21കാരിയായ ടിഷ ടോമി എന്ന ഐഷ ഏതാണ്ട് 2 വർഷം മുമ്പ് ഖത്തറിൽ വച്ചാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. സ്വന്തം പഠനത്തിലൂടെ എത്തിച്ചേർന്ന തീരുമാനമായിരുന്നു മതം മാറ്റം. കഴിഞ്ഞ വർഷം നാട്ടിലെത്തിയ ഐഷ വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി വിവാഹിതയായി. ഇതോടെ വീട് വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഐഷ തീരുമാനിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ എന്നെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ പാരൻസ് ഒരു മിസ്സിംഗ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതി എനിക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അവൾക്ക് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിധി വരികയും ആ വിധിയുടെ പകർപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഏതാനും ദിവസം മുമ്പ് ഒരു സംഘം മലയാളികളെ കാണാതായതോടെ കഥ മാറി. ഐഷയ്ക്ക് IS ബന്ധമുണ്ടെന്നുവരെ ചില പത്രങ്ങൾ എഴുതി. എറണാകുളം കുടുംബ കോടതിയിൽ വിവാഹമോചന കേസിനായി ഇടയ്ക്കിടെ ഐഷ ഹാജരാകുന്നുണ്ട്. എന്നിട്ടും നാടുവിട്ടെന്നും വിദേശത്താണെന്നും വരെ വാർത്തകൾ സൃഷ്ടിച്ചു. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മളെ ഒരു തീവ്രവാദി എന്നുള്ള രീതിയിൽ സംശയാസ്പദമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പല പല സ്ഥലങ്ങളിലാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലാതെ ഒരു സമൂഹത്തിൽ ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള രീതിയിലും ബുദ്ധിമുട്ടുന്നുണ്ട്. തനിക്ക് IS ബന്ധമില്ലെന്നും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഐഷയുടെ ഒരേയൊരു ആവശ്യം. മലയാളികളുടെ തിരോധാന വിവാദത്തിന്റെ പേരിൽ പലയിടത്തും മതം മാറിയവർ സമാനമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.